പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അൽ ബഖറ സൂറത്തിലെ 5-ാമത്തെ ആയത്തിന്റെ അർത്ഥം വരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോണത് 6-ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. ഇന്നല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ. അതാ വിശ്വസിക്കാത്ത വിഭാഗത്തിനെ സംബന്ധിച്ചാണ്, അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കാത്ത ഒരു വിഭാഗത്തെ കുറിച്ചാണ് ഇന്നല്ലദീന കഫറു എന്ന് പറയുന്നത്. സവാഉൻ അലൈഹിം, അവർക്ക് സമമാണ്. എന്ത്? അഅൻസർതഹും, അവർക്ക് മുന്നറിയിപ്പ് നൽകലും, അംലം തുൻസിറുഹും, മുന്നറിയിപ്പ് നൽകാതിരിക്കലും. ഈ സത്യനിഷേധികളായ ആളുകൾക്ക് നല്ലതും ചീത്തയും എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഒക്കെ ഒരേപോലെയാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കൂല. അപ്പൊ സത്യനിഷേധികളായ ആളുകൾക്ക് നരകണ്ട്, അല്ലെങ്കിൽ മറ്റേ എന്തെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളുണ്ടോ, വിരോധിച്ച കാര്യങ്ങളുണ്ടോ പറഞ്ഞ അവർക്ക് ഒരു കാര്യമില്ല. അപ്പൊ ഇന്നല്ലദീന കഫറു എന്ന വിഭാഗം ആളുകൾക്ക് അത് ഒരു കാര്യമില്ല എന്ന് ഖുർആൻ പറയുന്നു. കാരണം ലാ യുഅ്മിനൂൻ, വിശ്വസിക്കൂല. എത്ര പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അടുത്തത്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഇശാവത്തുൻ വലഹും അദാബുൻ അളീം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, സത്യനിഷേധികളായ ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു മുദ്ര വച്ചിരിക്കുന്നു, സീല് വച്ചിരിക്കുന്നു. വഅലാ സമഇഹിം, അവരുടെ കാതുകളിലും. വഅലാ അബ്സ്വാരിഹിം ഇശാവത്തുൻ, വഅലാ അബ്സ്വാരിഹിം ഇശാവ, അവരുടെ നേത്ര കണ്ണുകളുടെ മേല് ഒരു അടപ്പുണ്ട്, മൂടിയുണ്ട്. എന്നാൽ കാണേണ്ടതിന് അവർ കാണൂല, അവര് കഴിയൂല. വലഹും അദാബുൻ അളീം, വലഹും അദാബുൻ അളീം, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. സത്യനിഷേധിയായ ആളുകൾക്ക് ഭയങ്കര ശിക്ഷയുണ്ട്. ഒന്ന് നോക്കിക്കേ, ഈ 6-ാമത്തെ 7-ാമത്തെ ആയത്തിന്റെ മുമ്പ് സത്യവിശ്വാസികളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്നാൽ അതിന് ശേഷം സത്യനിഷേധികളെ കുറിച്ചാണ് പറയുന്നത്. ഈ ആയത്ത് ഇറങ്ങിയത് മക്കയിലെ ഈ സത്യനിഷേധികളെ എങ്ങനെ ഉപദേശിച്ചിട്ടും അവരുടെ ആ ഉറച്ച നിലപാടിലായ സമയത്താണ് അല്ലാഹു തആല ഈ വാക്യം ഇറക്കിയത്, ഈ ആയത്ത് ഇറക്കിയത്. അവർക്ക് അവരുടെ ചെവികളെ കൊണ്ടോ കണ്ണുകളെ കൊണ്ടോ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനോ കേൾക്കാനോ ചെവി കൊള്ളാനോ അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം അത്രത്തോളം നീചമായ പ്രവൃത്തിയിൽ അവർ ഏർപ്പെട്ടു പോയി, അത്രക്കും അതമ്പതിച്ചു പോയി. അക്കാരണത്താൽ അവരുടെ ഉറച്ച നിലപാടിൽ അവര് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇത്തരം ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു.